അങ്കമാലി കുർബാന തർക്കം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ന്യൂസ് മലയാളം റിപ്പോർട്ടർ അനിൽ ജോർജിന് നേരെ ആക്രമണം. സിനഡ് അനുകൂലികളാണ് അനിൽ ജോർജിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നും അവിടെ നിന്നും ഇറങ്ങണമെന്നും ഭീഷണിപ്പെടുത്തി. ഞങ്ങളല്ല എറണാകുളം അങ്കമാലി കുർബാന തർക്കത്തിൽ നിലവിലെ കൂരിയായ ഈ ആഴ്ച പിരിച്ചുവിടുമെന്നായിരുന്നു വാർത്ത. പുതിയ വൈദികർക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവാദം. ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഞായറാഴ്ച ഒരു കുർബാന മാത്രമെന്നും തീരുമാനമുണ്ട്. സസ്പെൻഷൻ അതുപോലെ പിതാവിനെ സമൻസപ്പെട്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനിക്കാതെ ന്യൂസ് മലയാളം വാർത്താ സംഘത്തെ ആക്രമിച്ചതിനെതിരെ കേരള പത്രപ്രവർത്തന യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, വസ്തുതാപരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ് നമ്മുടെ ഒരു സഹപ്രവർത്തകന് മർദ്ദനമേൽക്കേണ്ടി വന്നതല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ അങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സഭയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ സഭയിൽ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ കൃത്യമായി ഈ അനിൽ ജോർജ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സഭാനുകൂലികളായ ഒരു വിഭാഗം അനിൽ ജോർജിനെതിരെ തിരിഞ്ഞത്. അനിൽ ജോർജിനെ ആക്രമിക്കുകയായിരുന്നു ഈ സംഘം. എന്തായാലും അതിനുശേഷം ആക്രമണത്തിന് ശേഷം അനിൽ ജോർജ് ഈ വാർത്തകൾ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നും ആ വാർത്തകളുടെ റിപ്പോർട്ടിംഗ് തുടരുമെന്ന് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത്. അനിൽ ജോർജിനെതിരെയുള്ള ആക്രമണത്തിൽ പത്രപ്രവർത്തക യൂണിയൻ അടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല എറണാകുളം സെൻട്രൽ പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള പരാതിയും അനിൽ ജോർജ് നൽകിയിട്ടുണ്ട്. കണ്ടാൽ തിരിച്ചറിയാവുന്ന 20ഓളം ആളുകൾക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. എറണാകുളം അങ്കമാലി കുർബാന തർക്കം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ന്യൂസ് മലയാളം റിപ്പോർട്ടർ അനിൽ ജോർജിനെതിരെ ആക്രമണം ഉണ്ടായത്. സിനഡ് അനുകൂലികളാണ് അനിൽ ജോർജിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.